എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിലെ പ്രസന്ന ചേച്ചിയുടെ അനുഭവമാണ്. ഇതിനു മുമ്പേ ഒരു അനുഭവം അയച്ചു തന്നിട്ട് ഞാനത് പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അയച്ചു തന്നവരുടേത് പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ചാനൽ ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിലേ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കേട്ടാലോ? നമസ്കാരം സാർ, കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതിനു മുമ്പ് ഒരു അനുഭവം സാറ് വായിച്ചു, എങ്കിലും കേൾക്കാൻ കഴിഞ്ഞില്ല. വിഷമം തോന്നിയിട്ടോ. ഇത് വായിക്കുമ്പോൾ കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹം തരട്ടെ. കുറൂരമ്മ ദിനത്തിലെ ഗുരുവായൂരിൽ നാരായണീയം ചൊല്ലാൻ ഭാഗ്യമുണ്ടായി. നന്നായി ഭഗവാനെ തൊഴുതു, താമരക്കണ്ണനെ കണ്ടു. പിന്നെ ഭഗവാന്റെ നടയിൽ നിന്നും മയിൽപ്പീലി കിട്ടി. സാറ് ത്രിമധുരത്തിൽ അംഗമാക്കിയതിനാൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. തൃപ്പക പ്രസാദം, അതേപോലെ കൃഷ്ണനാട്ടൊക്കെ ഉണ്ടായിട്ടോ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നാരായണീയം ചൊല്ലി പ്രസാദം കിട്ടി. എങ്കിലും ഞങ്ങൾ 3 പേർക്ക് എന്തോ കാരണത്താൽ ഞങ്ങളുടെ ലീഡർ തന്നില്ല കേട്ടോ. അതറിഞ്ഞത് മുതൽ ഞങ്ങൾക്ക് സങ്കടമായി. കണ്ണനോട് പരിഭവം പറഞ്ഞു. അതിലപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശീവേലി കാണാതിരിക്കുമ്പോൾ അടുത്തിരുന്ന ആൾക്ക് അവിടുത്തെ ജീവനക്കാരിൽ ഒരാൾ ഒരപ്പം കൊടുത്തു കേട്ടോ. അതിലൊരു പങ്ക് ഞങ്ങൾക്കും കിട്ടി. വളരെ സന്തോഷം തോന്നി. ഞങ്ങളുടെ സങ്കടം കണ്ട് ഭഗവാൻ നേരിട്ട് തന്നതാന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരാൾ അവര് തന്നു. എല്ലാം ഭഗവാന്റെ കൃപ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ പ്രസന്നയാണേ. കൃഷ്ണ ഗുരുവായൂരപ്പ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി. തെറ്റൊന്നുമില്ല. അമ്മയ്ക്ക് സന്തോഷമാവെന്ന് വിചാരിക്കുന്നു. ഒരനുഭവം പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ച് വേഗം തന്നെ പറഞ്ഞതാണ്. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന ഡീറ്റെയിൽസൊക്കെ അറിയാമല്ലോ, കമൻറ്റ് ബോക്സിലാണ് ഉണ്ടാവുക. എൻ്റെ ഡീറ്റെയിൽസ് ജോയിൻ ബട്ടണിലോട് വരിക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എന്താ കഥ അല്ലേ? എല്ലാം നന്നായി മാറട്ടെ.